നമസ്കാരം. ഇന്ന് ചർച്ചയാവുന്നത് കേരള സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതിയെയും എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കൽ സംബന്ധിച്ച പുതിയ ഉത്തരവിനെയും കുറിച്ചാണ്. ഇതിന്റെ വിശദാംശങ്ങൾ അറിയാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. കേരള സർക്കാർ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായിട്ട് മാർഗദീപം എന്ന പുതിയ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി 2024-25 ബജറ്റിൽ പ്രഖ്യാപിച്ചു. അപേക്ഷകൾ 2025 ഫെബ്രുവരി 27 ആരംഭിച്ച് മാർച്ച് 9 സമർപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ അപേക്ഷിക്കാനുള്ള സമയപരിധി കുറവാണെന്ന് അധ്യാപക സംഘടനകളും രക്ഷിതാക്കളും ചൂണ്ടിക്കാട്ടി. ഇത് ഏപ്രിൽ വരെ നീട്ടണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ ഇത് മാർച്ച് 15 വരെ ആയിട്ടാണ് നീട്ടിയിരിക്കുന്നത്. മുൻകാലത്തേതിൽ നിന്ന് വ്യത്യാസമെന്ന് പറഞ്ഞാൽ ഇത് സംസ്ഥാന സർക്കാരിന്റെ സ്വന്തം പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ 9-10 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പായിട്ട് ഇത് ചുരുക്കിയതിനെ തുടർന്ന് 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ കുട്ടികളെ സഹായിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ഈ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. 20 കോടി രൂപ ഇതിനായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. ഈ പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള വരുമാന പരിധി 2.5 ലക്ഷമാക്കി ഉയർത്തി. നിലവിൽ 1 ലക്ഷമായിരുന്നു. പെൺകുട്ടികൾക്ക് 30% സംവരണമുണ്ട്. മാർഗദീപം വെബ്സൈറ്റ് പോർട്ടലിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നൽകുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ പുതിയ പദ്ധതി നടപ്പിലാക്കിയത്. ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ചു വരുന്ന ഒരു സഹായവും നിർത്തലാക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് margadipam.kerala.gov.in എന്ന വെബ്സൈറ്റിലോ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂൾ അധികൃതരുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു അറിയിപ്പ്, പല ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തത് മൂലം സീനിയോറിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനെ പരിഹരിക്കുന്നതിന് കേരള സർക്കാർ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എന്നാൽ വിവിധ കാരണങ്ങളാൽ 1/1/1995 മുതൽ 31/12/2024 വരെ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട 50 വയസ്സ് പൂർത്തിയാകാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കി നൽകുന്നതിന് സർക്കാർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായോ ദൂതൻ മുഖേനയോ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കിയെടുക്കാവുന്നതാണ്. ഇത് പല ഉദ്യോഗാർത്ഥികൾക്കും വലിയ ആശ്വാസമാകുമെന്നതിൽ സംശയമില്ല. സർക്കാർ ജോലികൾക്ക് അർഹത ലഭിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഇവയെല്ലാം കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിൽ സ്വീകരിച്ച ചില പ്രധാന മാറ്റങ്ങൾ മാത്രമാണ്. മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതിയിലും എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കലിലും അർഹതയുള്ളവർ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു അറിയിപ്പുമായിട്ട് വീണ്ടും കാണാം.